നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ഇത് തന്നെയാണ് സമരാവേശം. ഇവർ വിജയിച്ചിരിക്കുന്നു. നമ്മൾ ഒന്നായി പടപൊരുതി, നമ്മൾ ഒന്നായി സമരമുഖത്ത് അണിനിരന്നു. 9ാം ദിവസം ഐതിഹാസികമായി ഈ സമരം വിജയിച്ചിരിക്കുന്നു. അതിന്റെ സമരാവേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്രമെഴുതി മൂന്നാറിലെ പെമ്പിള ഒരുമൈ. തൊഴിലാളിത്ത സമരത്തിന് ഐതിഹാസിക വിജയം. 20% ബോണസ് എന്ന ആവശ്യത്തിന് കമ്പനി വഴങ്ങി. ശമ്പള വർധനയിൽ തീരുമാനം 26-ന്. ഉജ്ജ്വല വിജയമെന്ന് VS. സമരമുഖത്ത് ആഹ്ലാദ പ്രകടനം. ബീഹാർ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണയാകാതെ NDA. കൂടുതൽ സീറ്റ് എന്ന ആവശ്യത്തിൽ മാറ്റമില്ലെന്ന് മാഞ്ചി. കൂടുതൽ സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് BJP. കണക്കിൽപ്പെടാത്ത പണവുമായി മാഞ്ചിയുടെ മകൻ പിടിയിൽ. JNU യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുത്ത് AASFന് ചരിത്ര വിജയം. വൈസ് പ്രസിഡന്റ് സ്ഥാനം ഐസയ്ക്ക്. ABVPക്ക് മികച്ച നേട്ടം. SFIക്കും വിമതർക്കും തിരിച്ചടി. ബ്രിട്ടനിൽ ലേബർ പാർട്ടിക്ക് ഇടതു നേതൃത്വം. ഇടതുപക്ഷ MP ജെറമി കോർബിൻ നേതാവ്. കോർബിൻ ജയിച്ചത് 59% വോട്ട് നേടി. US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് ദ്യോക്കോവിച്ച് ഫെഡറർ ക്ലാസിക് പോരാട്ടം. കിരീടം തേടി സാനിയ ഹിങ്കിസ് സഖ്യവും. വനിതാ കിരീടം പെനെറ്റയ്ക്ക്. ലോക വെൽറ്റർ വെയ്റ്റ് പോരാട്ടത്തിൽ മെയ്വെദർ ചാമ്പ്യൻ. ഇടിക്കൂട്ടിൽ നിന്ന് മെയ്വെദർ വിരമിച്ചു. ചരിത്രമെഴുതി മൂന്നാർ. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 9% ബോണസും 11% എക്സ്ഗ്രേഷ്യയും നൽകും. ശമ്പള വർധന ഈ മാസം 26-ന് ചേരുന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. MS അനീഷ് കുമാർ. അനീഷ്, വിശദാംശങ്ങൾ. രാവിലെ 11 മണി മുതൽ ആരംഭിച്ച മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് തോട്ടം തൊഴിലാളികളുടെ ഐതിഹാസികമായ സമരത്തിന് വിജയകരമായ ഒരു അന്ത്യത്തിലെത്തിയിരിക്കുന്നത്. 20% ബോണസ് നൽകുക എന്ന തൊഴിലാളികളുടെ ആവശ്യത്തിൽ അവസാനം മാനേജ്മെന്റ് മുട്ടുമടക്കിയിരിക്കുന്നു. 8.77 ബോണസും അതോടൊപ്പം തന്നെ 11.33 എക്സ്ഗ്രേഷ്യയും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത മാതിരി തന്നെയാണ് ഇപ്പോൾ അന്തിമ ധാരണ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ശമ്പളം 500 ഉയർത്തുക അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി ചേർന്ന് 26-ന് തീരുമാനം എടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. അവരുടെ ചികിത്സാ ആനുകൂല്യം അടക്കമുള്ള പ്ലാന്റേഷൻ ആക്ട് ഭേദഗതി ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ വളരെ അടിയന്തരമായി പരിഗണിക്കുമെന്നും പറഞ്ഞു. തോട്ടം തൊഴിലാളികൾക്ക് മാത്രം, ഈ മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ തോട്ടം തൊഴിലാളികളുടെയും ശമ്പളം പരിഷ്കരിക്കുക, മറ്റ് സൗകര്യങ്ങൾ പരിഷ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഈ ഐതിഹാസിക വിജയം നീങ്ങിയിരിക്കുന്നത്. ഏതായാലും വൈകുന്നേരമാണ് മുഖ്യമന്ത്രി സ്ഥലത്തെത്തിയത്. മുഖ്യമന്ത്രി തുടർന്ന് എല്ലാവിധ ആളുകളുമായും ചർച്ച നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. നികേഷ്. അനീഷ്, കൊച്ചിയിൽ നിന്നും തൊഴിലാളികളുടേത് ഐതിഹാസിക വിജയമാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. ഇനിയും തൊഴിലാളികൾക്കൊപ്പം ഉണ്ടാകുമെന്ന് VS അറിയിച്ചു. യദു നാരായൺ ഇടുക്കിയിൽ നിന്ന്, മൂന്നാറിൽ നിന്ന്. യദു, എങ്ങനെയാണ് വിജയം ഇപ്പോൾ സമരക്കാർ ആഘോഷിക്കുന്നത്? നികേഷ്, ഇവർ പറയുന്നത് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. വെற்றி നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഇവർ വലിയ ആഹ്ലാദത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എല്ലാവരും വിജയം പല വിധത്തിൽ ആഘോഷിക്കുന്നു. വളരെ ആഹ്ലാദത്തിലാണ് എല്ലാവരും. തൊഴിലാളികൾ അവരുടെ ഐതിഹാസികമായ സമരം 9ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, ട്രേഡ് യൂണിയൻ നേതാക്കളെയും ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് വിജയിച്ചിരിക്കുന്നു. വിജയം പിടിച്ചു വാങ്ങിയിരിക്കുന്നു, വിജയം നേടിയിരിക്കുന്നു. ഇവർക്ക് വലിയ ആഹ്ലാദമുണ്ട്, ഇവർ വലിയ സന്തോഷത്തിലാണ്. അത് ഇവരിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഇവരുടെ സമരക്കാരുടെ പ്രതിനിധിയായ ഗോമതി ഇപ്പോൾ ആഹ്ലാദം പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പമുണ്ട്. അക്ക, ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത്? இன்னும் சொல்றதுனே எனக்கு தெரியல. 9 நாள் நாங்க சாப்பிடலான்னு சரியா உறக்கமே இல்லை, படுத்தா உறக்கமே இருக்காது. தொடங்கிட்டோமே, எப்படிதான் இதை முடிக்க போறோமோ கடவுளே, எசப்பா எங்களுக்கு ஒரு வழியை காட்டுன்னு தான் ஒவ்வொரு நாளும் உறங்குறதுக்கு தான் நாங்கள் வீட்டில் போகிறோம். காலையில் ஆனால் இங்கே வந்துடுறோம், நைட்டு இங்கே இருந்துட்டு 8 மணி 9 மணி 10 மணி வரை இருந்துட்டு உறங்குறதுக்கு மட்டும் தான் நாங்கள் வீட்டுக்கு போகிறோம். எப்படி இது முடியுமா முடியாதா, தொடங்கிட்டோமே அப்படின்ற ஒரு இதில் இருந்தோம். இப்போ எங்களுக்கு வரலாறு காணாத ஒரு சரித்திரம் படைச்சிருக்கோம். நாங்கள் பெண்கள்லாம் சேர்ந்து வரலாறு காணாத ஒரு சரித்திரம் படைச்சிருக்கோம். ഇത് തന്നെയാണ് ഇവരുടെ ആഹ്ലാദം. ഇവർക്ക് മുദ്രാവാക്യം വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇവർ വലിയ ആഹ്ലാദത്തിലാണ്, ഇവർ വലിയ സന്തോഷത്തിലാണ്. അതിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇവർ ഇപ്പോഴും ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു സമരം വിജയിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ സമരം ഒരു വിജയത്തിലെത്തിക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സഹിച്ചു? ഈ വിജയത്തെക്കുറിച്ച് ഈ ഘട്ടത്തിൽ നിങ്ങൾ എന്ത് പറയുന്നു?
நாங்க எங்க பிள்ளைகளையும் பார்க்கல, புருஷனையும் பார்க்கல. நாங்க பெண்கள் ஒரேடியா திரண்டு இங்க வந்துட்டோம். ரொம்ப கஷ்டப்பாடுங்க மத்தியில தான் நாங்க இங்க வந்திருக்கோம். எனக்கு எனக்கு சந்தோஷத்துல பேசவே என்னால முடியல. ரொம்ப கஷ்டம். நாங்க சாப்பாடு கூட கஞ்சி தண்ணியமா தான் குடிச்சிட்டு நாங்க இருந்தோம். ஒவ்வொரு தொழிலாளி, பெண் தொழிலாளிகளும் ஆண் தொழிலாளிகளும் எங்களுக்கு, ஆண் தொழிலாளிகளும் பெண் தொழிலாளிகளுக்கு பக்க துணையா இருந்தாங்க. எந்த ஒரு அடிதடியிலையும் இறங்கல. என்னன்னா ஒரு 23 பேரை நீங்க பிடிச்சு வச்சிருக்கீங்களா, தயவு செய்து எங்களுக்கு வேண்டி அன்பு விட்டுருங்க. அதே மாதிரி நம்ம வியாபாரி சங்க யூனியனுக்கும் டிரைவர்ஸ்மாருக்கும் பின்ன கோயில சேர்ந்த எல்லாருக்கும் எங்களுக்கு சாப்பாடு யார் கொடுத்தாங்களோ அத்தனை பேருக்கும் நாங்க நன்றி சொல்றோம். அதுவும் இல்லாம மீடியா ரொம்ப சப்போர்ட் பண்ணீங்க எங்களுக்கு. கேமராமேன் எல்லாருமே எங்களுக்கு ரொம்ப பக்க துணையா இருந்தீங்க. நாங்க ரொம்ப சந்தோஷப்படுறோம். ஐஜிக்கும் டிஐஜிக்கு டிஜிபிக்கு எல்லாருக்கும் ரொம்ப சந்தோஷம். சுப்பிரமணி சார், சதீஷ் சார், பின்ன மது சார், இவங்களுக்கெல்லாம் ரொம்ப நன்றி கடன் பட்டிருக்கோம் சார். நாங்க தீவிரவாதத்தை பூத்தல சார். நீங்க பாத்திருக்கீங்களா, அன்பான மக்கள் நீங்க புரிஞ்சிருப்பீங்க. நாங்க தோட்டம் தொழிலாளி மக்கள் தீவிரவாதிகளே கிடையாது சார். நீங்க இந்த 9 நாள் எங்க கூடயே இருந்தீங்க, எங்களுக்கு ஒத்துழைச்சீங்க. ரொம்ப நன்றி சொல்றேன் சார். எனக்கு சந்தோஷத்துல கைகாலே வரல. இன்னைக்கு நாங்க நல்லா சாப்பிடுவோம், நல்லா உறங்குவோம். நாங்க இத்தனை நாள் நாங்க போராட்டத்துக்கு, பெண்களுடைய போராட்டத்துக்கு வெற்றி கிடைச்சிருச்சு. இது வரலாறு காணாத போராட்டம். நாங்க போனஸ் சமரத்தை இன்னைக்கோ முடிச்சுக்கிறோம். 26ஆம் தேதி PLC கூட்டம் இருக்கு, சம்பள பேச்சுவார்த்தை இருக்கு. இதே மாதிரி எங்களுக்கு சந்தோஷமான விஷயத்தை கொடுத்தீங்கன்னா இந்த சமரம் முடியும், இதோட முடியும். இனிமேல்ட்டு PLC பிரச்சனைக்கு நீட்டிக்கிட்டு போனீங்கன்னு ஏதாவது நினைச்சீங்கன்னா மறுபடி தொடரும். இனிவொன்னு நான் சொல்லிக்கிற ஆசைப்படுறேன், விரும்புறேன். நான் யாருக்கும் பயப்படாம நான் பேசுறேன். இந்த தொழிலாளிகளுக்கு வேண்டி நான் பேசியிருக்கேன். ஏன்னா நானும் தேயிலை தோட்டத்துல வேலை எடுக்கிற தொழிலாளி தான். என் உயிருக்கு உத்தரவாதம் இல்லை. இப்ப என் மேல எத்தனை கேஸ் எடுக்க போறாங்கன்னு எனக்கு தெரியாது, என்னென்ன கேஸ் போட போறாங்கன்னு தெரியாது. என் உயிருக்கு உத்தரவாதம் நீங்க தான் கொடுக்கணும். அதை நான் மெயினா தெரிவிச்சுக்கிறேன். எனக்கு ஒண்ணுனா பெண் தொழிலாளிகள் விட மாட்டாங்க. கம்பெனி நடவடிக்கை எடுத்தா கம்பெனி யோசிக்கணும், ட்ரேட் யூனியன்ஸ் 3 யோசிக்கணும். கோமதிக்கு ஒண்ணுனா பின்னாடி தொழிலாளி இருக்கு, இத்தனை தொழிலாளி இருக்குன்னு எல்லாருமே யோசிக்கணும். அதனால நான் நல்ல முறை கேட்டுக்கிறேன். எனக்கு பேச வரல, எனக்கு பதில் ஜெமிலாக்கா பேசுவாங்க. നിങ്ങൾ സമരം അവസാനിപ്പിക്കുകയാണോ? ബോണസ്കുള്ള സമരം ഇന്നോട് അവസാനിപ്പിച്ചു. ബോണസ്കുള്ള സമരം ഇനി சம்பளத்துக்குள்ள சமரம் 26ஆம் தேதி பேச்சுவார்த்தை முடியாட்டி 27ஆம் தேதி நாங்க தொடங்குவோம், പഴയപടിക്ക് തുടങ്ങുவோം. യദുവിലേക്ക് ഞാൻ തിരികെ എത്താം. എനിക്ക് ഗോമതിയെ തത്സമയം ആവശ്യമുണ്ട്. ഗോമതി ദയവായി തുടരുക. ഇപ്പോൾ NM Pearson, ജോസഫ് സി മാത്യു, KK രമ, ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ തുടങ്ങി നിരവധി പേരെ ഞങ്ങൾ വിവിധ സ്റ്റുഡിയോകളിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ ജോസഫ് സി മാത്യു, ഈ ആഘോഷങ്ങൾക്കിടയിലും ശരിയാണ്, എക്സ്ഗ്രേഷ്യയും ബോണസുമായി 20% അനുവദിക്കാൻ കമ്പനി നിർബന്ധിതമായിട്ടുണ്ട് ഈ സമ്മർദ്ദത്തിനൊടുവിൽ. അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വിഷയങ്ങളിലേക്ക് കൂടി ശ്രദ്ധ എത്തുന്നതിനുള്ള ഒരു തുടക്കമായി മൂന്നാറിലെ ഈ സമരം മാറിയിട്ടുണ്ടോ? കേരളത്തിൻ്റെ ഒരു സമരമുണ്ടല്ലോ മൂന്നാറിന് വേണ്ടിയുള്ള, ആ സമരത്തിൻ്റെ തുടക്കമായി ഈ ഒരു പ്രക്ഷോഭം മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നികേഷ്, ആദ്യം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ഗോമതി, അവരുടെ മുഖത്തെ ആഹ്ലാദം, അവർ പങ്കുവെക്കുന്ന ആശ്വാസം, അതെല്ലാം കാണുമ്പോൾ തന്നെ ഈ സമരത്തിൻ്റെ ഒരു വിജയം, അത് നൽകുന്ന ഒരർത്ഥമൊക്കെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതേസമയം അത് പറയുന്നതോടൊപ്പം അവരുടെ ഒരു നിശ്ചയദാർഢ്യവും നമ്മൾ കാണുന്നുണ്ട്. 26ആം തീയതി ബോണസ് സമരം കഴിഞ്ഞു, 26ആം തീയതി PLC കഴിഞ്ഞാൽ ശമ്പളത്തിന് വേണ്ടിയുള്ള സമരം ആവശ്യം വന്നാൽ ആരംഭിക്കും എന്ന് പറയുന്നിടത്ത് അത് അവരുടെ ജീവിത യാഥാർത്ഥ്യമാണ്. അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ ആകാംക്ഷയിലും ഉറക്കം നഷ്ടപ്പെട്ടും ഒക്കെയാണ് ഇതിലേക്ക് നിർബന്ധിതരായത്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് മധ്യസ്ഥന്റെ റോള് മാത്രമേ ഉള്ളൂ എന്നാണ്. ഇന്നിപ്പോൾ കുറച്ചുകൂടെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവണം തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല സർക്കാരിൻ്റെ റോള്. ഈ ഒരു ആക്ടിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പ്ലാന്റേഷൻ എന്ന് നമുക്കറിയാം. പ്ലാന്റേഷൻ ലേബർ ആക്ട് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ സർക്കാർ തന്നെ ശ്രീമതി സുശീല ഭട്ട് നൽകിയ അഫിഡവിറ്റ് അനുസരിച്ച് ടാറ്റ എന്ന് പറയുന്ന ഇപ്പോൾ പ്രവർത്തിക്കുന്ന കണ്ണൻ ദേവൻ കമ്പനിക്ക് 1 ഇഞ്ച് സ്ഥലം പോലും ഇവിടെ കൈവശം വെക്കാനുള്ള അധികാരമില്ല എന്നുള്ള തരത്തിൽ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്ന ഒരു സർക്കാരാണ്. സർക്കാർ അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിക്ക് കമ്പനിയോടുള്ള ബാർഗെയിനിങ് പവർ, നെഗോസിയേഷൻ ടേബിളിൽ കമ്പനിയോട് സർക്കാരിന് ന്യായമായ ആവശ്യങ്ങൾ നടപ്പിലാക്കിയേ കഴിയൂ.
ദയവായി തുടരുക. ജോസഫ് സി മാത്യു, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷിബു ബേബി ജോൺ, ഇനിയിപ്പോൾ ഈ തൊഴിലാളികൾ ആഗ്രഹിക്കുന്നത് ശമ്പള കൂടുതലാണ്. 232 രൂപ എന്നത് തുച്ഛമായ ശമ്പളമാണ് എന്ന് തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. ഇവരുടെ ആവശ്യം, അതായത് 232 രൂപയിൽ നിന്ന് 500 രൂപയായി പ്രതിദിന കൂലി മാറ്റിയെടുക്കുക എന്ന ഇവരുടെ ആവശ്യം എത്രമാത്രം ഗൗരവത്തോടു കൂടി സർക്കാർ പരിഗണിക്കും? സർക്കാർ എല്ലാ ഗൗരവത്തോടും തന്നെ പരിഗണിക്കണം. അതിന്റെ ചർച്ചകൾ, PLCയുടെ ചർച്ച ഇതിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചു. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് സമവായത്തിലെത്താൻ സാധിച്ചില്ല. ഇതിനു മുൻപ് തന്നെ 26-ാം തീയതി PLC കൂടുന്നതായിട്ട് ഞാനിവിടെ പങ്കെടുക്കും എന്നുള്ളത് നേരത്തെ തന്നെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരുന്നതാണ്. ആ ചർച്ചയിൽ തീർച്ചയായിട്ടും ഒരു സമവായം ഉണ്ടാക്കാൻ പരിശ്രമിക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഈ ഉടമകളും തൊഴിലാളി പ്രതിനിധികളും എല്ലാവരും ചേർന്നിരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് ഗവൺമെന്റിന്റെ മധ്യസ്ഥയിലാണ് 3 വർഷക്കാലത്തേക്കിനുള്ള കൂലി നിശ്ചയിക്കുന്നത്. ആ പ്രക്രിയ മുന്നോട്ട് പോവുകയാണ്. ഇതാദ്യമായിട്ടായിരിക്കും സർക്കാർ ടാറ്റയെ സമ്മർദ്ദത്തിലാക്കിയ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നത്. മുൻകാലങ്ങളിലെല്ലാം തന്നെയും ടാറ്റയുമായുള്ള ഇടപാടുകളിൽ സർക്കാർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതെന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചികഞ്ഞു നോക്കാതെ എത്രമാത്രം ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു ടാറ്റയെ കൊണ്ട് തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകിക്കുക എന്നുള്ളത്? അല്ല, ഇതിലേക്ക് എത്തിക്കാനായിട്ട് ഏറെ പരിശ്രമിക്കേണ്ടി വരുന്നത്. അവസാനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇടപെടേണ്ടി വന്നത്? അല്ല, തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ പല സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 മന്ത്രിമാരും ചില നിർദ്ദേശങ്ങൾ വെക്കുകയും അതിന് ഞങ്ങൾ മാത്രം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയതുകൊണ്ട് മുഖ്യമന്ത്രി വന്ന് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ടാറ്റ കടുംപിടുത്തം പിടിക്കുകയായിരുന്നോ? അല്ല, അവരവരുടെ വാദം തന്നെ മുന്നോട്ട് വെച്ചു. അവരുടെ ഭാഗമെന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം തൊഴിലാളികൾക്ക് അവർക്ക് ന്യായമായ ബോണസ് നൽകണമെന്നുള്ളതാണ്. അത് അവരുടെ വാദം എന്നുള്ള നിലയിലല്ല, അത് ന്യായമാണെന്ന് അവർക്ക് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നല്ലോ. ഒടുവിൽ സർക്കാരിൻ്റെ വാദം അംഗീകരിക്കേണ്ടി വന്നല്ലോ. ആദ്യം കടുംപിടുത്തം പിടിക്കുന്നു, പിന്നെ അവസാനം മുഖ്യമന്ത്രിക്ക് തന്നെ വന്ന് ഇക്കാര്യം പറയേണ്ടി വരുന്നു എന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? അല്ല, ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും ചർച്ചകൾ അങ്ങനല്ല. ഇപ്പൊ ആദ്യമായിട്ടല്ലല്ലോ ചർച്ച നടക്കുന്നത്. ഇരുവിഭാഗങ്ങളും അവരവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അവിടെ സർക്കാർ പല തന്ത്രങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിയും ഒക്കെയാണ് ഒരു തീരുമാനത്തിലെത്തിക്കുന്നത്. അങ്ങനെയാണ് തൊഴിൽ സമരങ്ങൾ അവസാനിക്കുന്നത് എക്കാലത്തും. ഇതൊരു സമയബന്ധിതമായി ടൈം ഫ്രെയിം വെച്ചുകൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ. ചർച്ചകൾ കൂടി ഈ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും എല്ലാം വെച്ചുകൊണ്ടാണ്. അന്നേരം ഇന്നിപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി സർക്കാർ ശക്തമായ സമ്മർദ്ദം ചെലുത്തി അവസാനം മുഖ്യമന്ത്രിയുടെ ഇടപെട്ടപ്പോൾ അത് യാഥാർത്ഥ്യമായി. ദയവായി തുടരുക ശ്രീ ഷിബു ബേബി ജോൺ. ശ്രീമതി ഗോമതി, 26-ാം തീയതിയാണ് ഇനിയിപ്പോൾ ശമ്പളക്കാര്യത്തിൽ ഒരു ചർച്ച നടക്കാൻ പോകുന്നത്. പ്രതീക്ഷയോടുകൂടിയാണോ തൊഴിലാളികൾ അവിടെ ഈ ചർച്ചകളെ കാണുന്നത്? போனஸ் பிரச்சனை இன்னையோட முடிஞ்சு நாங்கள் சமரத்தை இதோட நிறுத்திக்கிறோம். போனஸ்குள்ள சமரத்தை தான் நிறுத்தியிருக்கோம். நாங்கள் சம்பள பேச்சுவார்த்தை 26-ஆம் தேதி PLCயில் பேசணுன்னு இருக்காங்க. பேசி எங்களுக்கு சாதகமாக 500 ரூபா கொடுக்குறீங்கன்னு சொன்னால் நாங்கள் சமரம் பண்ண மாட்டோம். இல்லாட்டி 27-ஆம் தேதி தொழிலாளி சார்பாக நான் சொல்கிறேன், ஏன் சார்பாக சொல்லலை, அனைத்து தொழிலாளி தேயிலை தோட்ட தொழிலாளி சார்பாக 27-ஆம் தேதி மீண்டும் தொடரும். அதனால் நாங்கள் இப்போ இந்த சமரத்தை இன்னைக்கு ராத்திரியாக நாங்கள் முடிச்சுக்கிறோம். நாங்கள் வீட்டுக்கு போகிறோம், சாப்பிட்றோம், நல்ல முறைக்கு தூங்குகிறோம். நாளைக்கு லீவ் எடுத்தாலும் இருப்போம், இல்லாட்டி வேலைக்கு போனாலும் போயிட்டு பழையபடிக்கு எங்கள் வேலையை நாங்கள் ஆரம்பிப்போம். ஏன்னா நாங்கள் உறக்கம் இல்லை, எங்களுக்கு நல்ல ஒரு உறக்கமே கிடையாது. பிள்ளைகளுக்கும் நல்ல சாப்பாடு கொடுக்கல, புருஷனுக்கும் நல்ல சாப்பாடு கொடுக்கல, புருஷனை கூட கவனிக்கல. பிள்ளைங்க ஸ்கூல் போச்சா, வந்துச்சா, என்னாச்சு, ஏதாச்சும் இது வரைக்கும் எங்களுக்கு எது தெரியாது. வீட்டுக்கு உறங்கையில் வந்துடுறோம், உறங்கையில் தான் போகிறோம். அதனால எங்களுக்கு ஒன்றுமே தெரியல. இனி நாங்க இந்த போனஸ் பிரச்சனையை இப்போ இந்த ராത്രിയെ இந்த நேரத்திலே நிப்பாட்டிக்கிறோம். മിനിസ്റ്റർ, ഇപ്പൊ ഗോമതി പറയുന്നത് കേട്ടല്ലോ, 26-ആം തീയതി വരെ ഞങ്ങൾക്ക് സമാധാനമാണ്, സന്തോഷമാണ്, വീട്ടിൽ പോയി ചോറ് തിന്നണം, കിടന്നുറങ്ങണം, ഇതുവരെ കുട്ടികളെയും ഭർത്താവിനെയും ഒന്നും നോക്കിയിരുന്നില്ല, അവർക്ക് കൂടി ചോറ് കൊടുക്കണം, നാളെ ലീവ് എടുക്കണോ എന്നുള്ള കാര്യം പോലും ഗോമതി തീരുമാനിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട പ്രശ്നം 26-ആം തീയതി ശമ്പളം കൂട്ടിക്കൊടുക്കുന്നില്ല എങ്കിൽ അന്നു തൊട്ട് വീണ്ടും സമരം എന്നാണ്. സർക്കാരിന് താങ്ങാനാകുമോ തുടർച്ചയായുള്ള സമരം? അതല്ല, ഇതിലെല്ലാവരും ഇതിന്റെ കേരളത്തിൽ ചില കീഴ്വഴക്കങ്ങളുണ്ട്. ഇന്ന് അവരുടെ പ്രതിനിധികളായിട്ട് വന്നവരുടെ കാര്യം പറഞ്ഞു 26-ആം തീയതി പുതിയ ശമ്പളം പ്രഖ്യാപിക്കും എന്ന് ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ല. അതിനുള്ള സർക്കാർ ആത്മാർത്ഥമായിട്ട് അതിനുള്ള പരിശ്രമം നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്, മാധ്യമങ്ങളും അറിയേണ്ടതുണ്ട്. ഇത് PLC പലപ്പോഴും കാലാവധി കഴിഞ്ഞിട്ടാണ് PLCയുടെ തീരുമാനങ്ങൾ വരുന്നത്.
എന്നാൽ ആ തീരുമാനങ്ങൾ എന്ന് വന്നാലും മുൻകാല പ്രാബല്യത്തോടുകൂടി ആണ് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്. അതായത് തൊഴിലാളികൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ന് തീരുമാനം വന്നാലും അതുമായി ബന്ധപ്പെട്ട് നഷ്ടം ഉണ്ടാകുന്ന പ്രശ്നമില്ല എന്ന് ഇന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു സമവായത്തിനുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ച് തന്നെ വരികയാണ്. അതായത് 26-ാം തീയതി ചർച്ച എന്ന് പറയുമ്പോൾ 26-ാം തീയതി ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണമെന്നില്ല. അത് നീണ്ടുപോയാൽ തന്നെ മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പളം നൽകാമെന്നുള്ള ഒരു ആശ്വാസവാക്കാണ് താങ്കൾ നൽകുന്നത്. അല്ല, കേരള ചരിത്രത്തിൽ അങ്ങനെയായിരുന്നു. PLC ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു സമവായത്തിൽ എത്തുന്നത് പലപ്പോഴും 10, 25, 30 ചർച്ചകൾക്ക് ശേഷമാണ് ഒരു തീരുമാനത്തിൽ എത്തുന്നത്. അങ്ങനെയാണ് ഈ കേരളം ഉണ്ടായ കാലം മുതൽ നടന്നിട്ടുള്ളത്. ഈ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ പ്ലാന്റേഷൻ ലേബർ ആക്ട് ഉണ്ടായ കാലം മുതൽ നടന്നിട്ടുള്ളത് അക്കാര്യത്തിൽ. കാരണം ഇവർക്ക് ആരെയും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ അവർ എന്ത് നിലപാട് എടുക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഗോമതിയിലേക്ക് വീണ്ടും. ഗോമതി, എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം രാഷ്ട്രീയക്കാരെ അകറ്റി നിർത്തിയത്? ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മഹിളകൾ വന്നിരുന്നു, അവരോട് സമരസ്ഥലത്ത് ഇരിക്കണ്ട എന്ന നിലപാടെടുത്തു. ഇന്നും കോൺഗ്രസിൻ്റെ മഹിളകൾ വന്നിരുന്നു, അവരോടും സമരസ്ഥലത്ത് ഇരിക്കണ്ട എന്ന് പറയുകയായിരുന്നു. VS അച്യുതാനന്ദന് സ്വാഭാവികമായും മൂന്നാറുമായ ഒരു വൈകാരിക ബന്ധമുണ്ട്. VS അച്യുതാനന്ദനെ നിങ്ങൾ അനുവദിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ, കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടി നേതാക്കളെ വിശ്വാസമില്ലാത്തത്? தொழிற்சங்கம் தான் இதுக்கு தொழிற்சங்கம் தான் இந்த பேச்சு எடுத்து முடிச்சு கொடுத்துருக்கணும் எங்களுக்கு. ஆனால் அவங்க முன் வர தயாராக இல்லை. நாங்கள் பார்த்ததில் அவங்க முன்னாடி வர எங்களுக்கு முன்னாடி தொழிலாளிகளுக்கு வேண்டி போனஸ் பிரச்சனைக்கு வேண்டி பேசுகிறதுக்கு அவங்க தயாராக வரலை. நாங்களும் சரி இப்போ பேச்சு 10% போனஸ் வாங்க மறுத்து நாங்களும் ஸ்லோ ஒர்க் பண்ணினோம். ஆனால் யூனியன் எங்களுக்கு வந்து 3 ட்ரேட் யூனியன்ஸும் வந்து எங்களை எதுவுமே கேட்கல. என்ன செய்யலாம் ஏது செய்யலாம், நாங்கள் பேசி முடிச்சு தரோம்னு சொல்லியிருந்தாங்கன்னா நாங்கள் வந்திருக்க மாட்டோம். ஆனால் அவங்க பேச்சுவார்த்தைக்கே வரலை. வராத பட்சத்தில் நாங்கள் தொழிற்சங்கங்களை 3 ட்ரேட் யூனியன்ஸையும் நம்பாமல் பெண் தொழிலாளிகளாக நம்ம கஷ்டப்படுறோம், நம்ம ரத்தம் சிந்துறோம், நம்ம வேர்வை சிந்துறோம், நம்ம அந்த மழையிலையும் வெயிலையும் நனைஞ்சு கத்திரி வெட்டி எல்லா ஒரு கஷ்டப்பாடுகளையும் நாங்கள் அனுபவித்தோம். நம்மளே களத்தில் நேரடியாக இறங்கிடுவோன்ட்டு பெண் தொழிலாளிகளாக நாங்கள் எல்லாருமே இறங்க ஆரம்பிச்சிட்டோம். பெரியவாறையில் மெயினாக பெரியவாறையில் உள்ளவங்களுக்கு தான் நன்றி சொல்லணும். அந்த தோட்டம் தொழிலாளி தான் சமரத்தில் வந்து மைக்கு பிடிச்சி பிடுங்கி பேசி அவங்கள பார்த்து தான் மற்ற பெண் தொழிலாளிகளாக நாங்கள்லாம் அப்படியே தெளிஞ்சு எடுந்தோம். அப்படியே அடிப்படையில் தான் இருந்தோம். அவங்கள பார்த்து தான் நம்மளும் முன்னேறி துணிஞ்சு பெண்களுக்காக போராடுவதும் தோட்டம் தொழிலாளிகளுக்கு வேண்டி போராடுவோன்னு இந்த சமரத்தில் இறங்கணும். வெற்றிகரமாக முடிச்சிட்டோம். முடிக்க 7ஆவது நாள் தான் எல்லாரும் வந்தாங்க. 6ஆவது நாள்லாம் யாரும் வரவே கிடையாது. நீங்களாம் பார்த்துருப்பீங்க. 9 நாள் மீடியெல்லாம் எங்கள் கூட தான் இருந்துச்சு, പോലീസ് എല്ലാം എങ്ക കൂടെ ഇരുந்துச்சு. 7ആவது നാൾ தான் വந்தாங்க. ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെ ധൈര്യം വരുന്നു? മൂന്നാർ പോലെ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് അവിടുത്തെ തൊഴിലാളി സംഘടനകൾ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് മുകളിൽ അതിനേക്കാൾ വലിയ ടാറ്റ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റാണ്. ഇവരെ 2 പേർക്കുമെതിരെ സമരം ചെയ്യാൻ ഒരു 2000 തൊഴിലാളികൾക്ക്, അതും സ്ത്രീ തൊഴിലാളികൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? അല്ല, ജീവിത പ്രയാസങ്ങളും ദുരിതങ്ങളും ഒരു മനുഷ്യനെ മരിക്കാനായിട്ട് പ്രാപ്തനാക്കും എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ സന്ദേശം. നമ്മളുടെ കേരളത്തിൽ ഇന്ന് സമരം ചെയ്യാൻ ആർക്കും കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പലതരത്തിലുള്ള താല്പര്യങ്ങളാൽ അവർ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഈ സ്ത്രീ തൊഴിലാളികൾക്ക് അത്തരത്തിലുള്ള താല്പര്യങ്ങളില്ല. അവർക്കവരുടെ ജീവിതം തന്നെയാണ്. അതുകൊണ്ടാണ് ഒന്നില്ലെങ്കിൽ വിജയം അല്ലെങ്കിൽ മരണം, ഡു ഓർ ഡൈ എന്ന നിലയ്ക്ക് അവർ ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, ആ തോട്ടം മേഖലയിൽ മുഴുവനും വലിയ തരത്തിലുള്ള കങ്കാണികൾ, അതേപോലെ തന്നെ ടാറ്റയുടെ ഉദ്യോഗസ്ഥന്മാർ, ഒപ്പം ഗവൺമെൻറ്റും അതേപോലെ തന്നെ പോലീസും എല്ലാം ഇവർക്കെതിരെ നിൽക്കുമെന്നറിയാമായിരുന്നെങ്കിൽ പോലും ഇവർക്കെതിരെ ഇനി ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങിയില്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാനാവില്ല എന്ന തിരിച്ചറിവാണ് ഗോമതിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നത്. 26-ാം തീയതിയിലത്തെ സമരവും ആ സമരം തന്നെയായിരിക്കും, മറിച്ചൊന്നും ഉണ്ടാകുകയില്ല. സമരരംഗത്ത് അത്തരത്തിൽ മരണം അല്ലെങ്കിൽ വിജയം എന്ന നിലക്ക് കേരളത്തിലെ ജനത എപ്പോഴാണ് തിരിച്ചു വരുന്നത്, അപ്പോൾ മാത്രമാണ് കേരളത്തിൻ്റെ മുൻകാല സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാവുകയുള്ളൂ എന്ന സൂചന പോലും യഥാർത്ഥത്തിൽ ഈ സമരത്തിനുണ്ട്. ഈ സമരം വലിയ പാഠമാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജോസഫ് സി മാത്യു, ഈ സ്ത്രീ തൊഴിലാളികൾക്ക് അറിയില്ല ഒരു മാധ്യമ പ്രവർത്തകൻ്റെയെങ്കിലും ടെലിഫോൺ നമ്പർ? അവർക്ക് ഇന്ന് ഞങ്ങളുടെ സമരം തുടങ്ങാൻ പോവുകയാണെന്ന് 9 ദിവസം മുമ്പ് വിളിച്ചു പറയാനോ അതിന് ഒരു കവറേജ് നേടിയെടുക്കാനോ പോലും കഴിയുമായിരുന്നില്ല. എന്നിട്ട് വേണ്ടേ ഈ സമരം വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിൽ അവരെത്താൻ? രണ്ടും കൽപ്പിച്ചിറങ്ങുന്നു. ആ രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോൾ അങ്ങനെ ഇറങ്ങുന്നവൻ്റെ ഉള്ളിലുള്ള ഒരു അഭിവാഞ്ചയുണ്ടല്ലോ, ഒരാഗ്രഹമുണ്ടല്ലോ, ഒരു തീക്കാറ്റുണ്ടല്ലോ. ആ തീക്കാറ്റ് അവർ തലമുറകളായി അനുഭവിച്ചു വന്ന കഷ്ടനഷ്ടങ്ങളാണ്.
ആ കഷ്ടനഷ്ടങ്ങൾ ഇന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് മൂന്നാറിലെ തൊഴിലാളികൾക്ക് മാത്രം പോരാ, അത് കേരളത്തിലാകമാനമുള്ള പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് നേടിക്കൊടുക്കേണ്ടതുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം ചെയ്യേണ്ടത് അതാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇതൊരു തുടക്കമായി അതിന് മാറും എന്നുള്ള പ്രതീക്ഷ നമുക്ക് എങ്ങനെ വെച്ചു പുലർത്താനാകും? കാരണം എല്ലാം കോർപ്പറേറ്റുകളാണ്, എല്ലാം വൻകിട മുതലാളിമാരാണ്. അവരെ വരുതിയിൽ കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള സമരങ്ങൾ ആവർത്തിക്കപ്പെടുക ഒരുപക്ഷെ സാധ്യമല്ലാതെ വന്നേക്കാം. നികേഷ്, അതാണ് സഖാവ് പിയേഴ്സൺ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ അവരുടെ ഉള്ളിൽ നുഴഞ്ഞു കയറിയ വിശപ്പുണ്ടല്ലോ, അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ലയങ്ങൾക്കുള്ളിൽ 10 കുടുംബങ്ങൾ അവരുടെ മക്കൾ സഹിതം താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഞാൻ നേരത്തെ പറയാൻ വന്നതാണ്, ഇന്ന് ഇത്രയും സമരം അവിടെ നടക്കുന്ന സമയത്ത് പോലും ഇന്ന് അവിടുത്തെ ആശുപത്രിയിൽ ഒരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്യാൻസറിന് ക്രോസിൻ കൊടുക്കുന്ന അവസ്ഥ, അങ്ങനെ അവരുടെ ജീവിത യാഥാർത്ഥ്യം, അത് വർഷങ്ങളായി അവർ അവിടെ തന്നെ അനുഭവിക്കുന്നത്, അങ്ങനെ ഒരു കമ്പൾഷനിൽ നിന്നാണ് ഇവരിതിന് മുതിരുന്നത്. അത് അസംഘടിത മേഖലയിൽ നമ്മൾ കണ്ടിരുന്നു. നഴ്സിംഗ് സമരത്തിൽ, അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ, വസ്ത്രശാലകളിലെ സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇവിടുത്തെ നിർഭാഗ്യകരമായ അവസ്ഥ, സംഘടിത മേഖല എന്ന് നമ്മൾ അഭിമാനിച്ച് അവിടെ പ്രശ്നങ്ങളില്ല, അവരുടെ പ്രശ്നങ്ങൾ റേസ് ചെയ്യാൻ ട്രേഡ് യൂണിയനിലുണ്ട് എന്ന് വിചാരിച്ചിടത്തും അവരെ കൂടി മറികടന്നുകൊണ്ട് പുറത്തു വരേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവർ വിളിച്ചു പറയുന്നു. അത് ട്രേഡ് യൂണിയനുകളെ അതിലുപരി മൂന്നാറിലെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസും അത് പരിശോധിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി പറയട്ടെ നികേഷ്, ഈ കണ്ണൻ ദേവൻ കമ്പനിയുടെ കാര്യം നമ്മൾ കുറേ നാളുകളായി ചർച്ച ചെയ്യുകയാണ്. അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനെ കുറിച്ച്, അത് അവർ തൊഴിലാളി കമ്പനിയാണെന്ന് നമ്മളോട് ആവർത്തിച്ച് പറയുകയാണ്. അവരത് പരസ്യപ്പെടുത്തണം. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് എങ്ങനെയാണ് 12,000 ഷെയർ ഹോൾഡേഴ്സ് വരിക? ഇവർ ഈ പറയുന്നത് വസ്തുതയാണോ? അതുപോലെ ഇവരെല്ലാ എസ്റ്റേറ്റുകളും കണ്ണൻ ദേവന് കൈമാറിയിട്ടില്ല. ചിലത് ടാറ്റയുടെ കയ്യിൽ തന്നെയാണ്. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കൊളുന്ത് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ വിൽപ്പന നടക്കുകയാണ്. അതുപോലെ ലേലത്തിൽ വളരെ തുച്ഛമായ വിലയ്ക്ക് പൊടി അവിടെ വിൽക്കുകയാണ്. എന്നിട്ട് ഈ ലാഭം ഇവിടെ കുറച്ച് കാണിക്കുക. മറ്റേ ഈ ടാറ്റ കമ്പനിയുടെ ലാഭം ഈ വർഷം കൊണ്ട് 289 കോടിയോ മറ്റോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് പെരുകുക. അവിടെ ഈ 2-3 ഫാക്ടറികളാണ് ഈ മൂന്നാറിൽ അവർക്കുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാനും കൂടി ഗവൺമെൻറ് തയ്യാറാവണം. PLC എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്മിറ്റിയാണ്. അവർക്ക് ചെയ്യാവുന്ന എന്താണ്? മിനിമം വേജസ് അല്ലേ പറയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്ത് തുക കൊടുക്കരുതെന്ന് പറയാൻ കഴിയുമോ? ലാഭം ഉണ്ടാക്കുന്ന കമ്പനി കൂടുതൽ തുക കൊടുക്കരുതെന്ന് പറയാൻ കഴിയുമോ? എനിക്കിതൊന്നും മനസ്സിലാകുന്നത് തന്നെ ഇല്ല. അപ്പോൾ ഇത് കേരളത്തിൽ 285 രൂപയാണ് റബ്ബർ പ്ലാന്റേഷൻ മേഖലയിൽ PLC നിശ്ചയിച്ചിരിക്കുന്ന കൂലി. ഈ 285 രൂപയ്ക്കാണോ ഇവിടെ റബ്ബർ ടാപ്പിംഗ് പാലായിലും കോട്ടയത്തും എല്ലാം നടന്നുകൊണ്ടിരുന്നത്? എനിക്ക് വ്യക്തമായി അറിയാമല്ല എന്നുള്ളത്. അപ്പോൾ ഇത് പറയുന്നതിലൊക്കെ എവിടെയൊക്കെയോ ഒരു അവ്യക്തതയുണ്ട്. ഇതിലൊരു വ്യക്തത കേരള സമൂഹം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതും കൂടിയാണ് ഈ തൊഴിലാളികൾ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ഇനിയും ഒരു അവസരത്തിൽ അവർ 9 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കാനല്ല മാധ്യമങ്ങളും നമ്മളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് എന്റെ വിചാരം. അത് ഗവൺമെന്റ് ശ്രീമതി രമ അടക്കമുള്ളവരെ പുറന്തള്ളിയിരുന്നു ഈ തൊഴിലാളികൾ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആകെ തന്നെയും അവർ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ആരെ നമ്പാം ആരെ നമ്പാൻ പാടില്ല എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെയാണോ പുറം നാടുകളിൽ നിന്ന് വരുന്ന രാഷ്ട്രീയക്കാരെ നാം വിശ്വസിക്കേണ്ടത് എന്നൊരു സ്വാഭാവികമായ ചോദ്യമാണ്. ആ രോഷത്തിൽ രമയടക്കം പെട്ടു. എന്താണ് അനുഭവം? തീർച്ചയായും നികേഷ്, ഇതൊരു പുതിയ സമര ചരിത്രമാണ്. ഇവിടുത്തെ ഈ സ്ത്രീ തൊഴിലാളികൾ ഒരു പുതിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇവരുടെ ഒരു സ്പിരിറ്റ്, ഇവരുടെ ഒരു ആവേശം, ഇവരുടെ ഒരു ധൈര്യം, അത് പറഞ്ഞറിയാൻ കഴിയാത്തതാണ്. അത് തീർച്ചയായിട്ടും വരുന്നത് അവരുടെ അനുഭവത്തിൽ നിന്നാണ്, അവരുടെ വേദനയിൽ നിന്നാണ് അവർ ഈ സമരരംഗത്തേക്ക് വന്നത്. ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇവിടുത്തെ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇനി ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു തൊഴിലാളി സംഘടനകൾക്കും ആവശ്യമില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സമരം ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ പ്രശ്നങ്ങളിൽ സ്വയമേവ ഇത്തരത്തിലുള്ള ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളത് വളരെ കൃത്യമായൊരു സൂചനയാണ് ഇവിടെ തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും ഒരു തൊഴിലാളി നേതാക്കന്മാരെയും ഇവിടെ അടുപ്പിക്കാതിരുന്നത്. കാരണം അവരൊക്കെ ഇവരെ വഞ്ചിച്ചിട്ടേ ഉള്ളൂ. കാലാകാലങ്ങളായി കൊടിയ ചൂഷണമാണ് ഇവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തൊഴിലാളി സംഘടനാ നേതാക്കൾക്കും കഴിയാത്തത് അതുതന്നെയാണ് അവരുടെ രോഷത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത്. തീർച്ചയായിട്ടും
ഞങ്ങളൊന്നും അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ഞങ്ങളെ ഈ സമരമുഖത്തെ സമരം തീരുന്നത് വരെ അവരോടൊപ്പം ഇരിക്കാനും അവരുടെ കൂടെ നിൽക്കാനും വേണ്ടി അനുവദിക്കുന്ന ഒരു ചിത്രവും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. നികേഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഈ ഒരു പ്രശ്നം ഇതൊരു അടിസ്ഥാനമായി ബോണസിൻ്റെയോ കൂലി വർധനയുടെയോ പ്രശ്നത്തിൽ അപ്പുറത്തേക്ക് ഇവിടെ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവരുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളേക്ക് ഞങ്ങൾ രാവിലെ ഇവരുടെ ലായങ്ങൾ സന്ദർശിച്ചപ്പോൾ വളരെ ദുരിതപൂർണമായ ജീവിതമാണ് ഈ ലായങ്ങളിൽ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടുത്തെ കുടുംബങ്ങൾ കഴിയുന്നത് 1924 ഉണ്ടാക്കിയ അതേ കെട്ടിടങ്ങൾ തന്നെയാണ്, യാതൊരു അറ്റകുറ്റപ്പണികളും നടത്താതെ അതേപോലെ തന്നെയാണ് ഇന്നും അവരെ വളരെ ദുരിതപൂർവമായിട്ട് അവിടെ കഴിയുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വസ്തുത. അത് മാത്രമല്ല, ഇവർ തേയില നുള്ളാൻ പോയി കഴിഞ്ഞാൽ അവിടെ അനുഭവിക്കുന്ന അച്യുതാനന്ദന് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊരു അമ്മാവൻ റോളാണോ അതോ VS അച്യുതാനന്ദന് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ക്രെഡിബിലിറ്റി ഉണ്ട് എന്നാണോ തെളിയിക്കുന്നത്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ വെറും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരല്ലേ. അവർക്ക് VSനെ അറിയാം. ആ അറിവ് വലിയൊരു വിശ്വാസത്തിൻ്റെ അറിവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അമ്മാവൻ റോളല്ല, അത് തീർച്ചയായിട്ടും വലിയ ഒരു രാഷ്ട്രീയ പിൻബലത്തിൻ്റെ വിശ്വാസമാണ്. VS ഞങ്ങളുടെ കൂടെ നിന്നാൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സമരത്തിൽ വിജയിക്കാൻ കഴിയും എന്നവർ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിപ്പിക്കാനായിട്ട് കഴിയുന്ന ഒരു നേതാവാണ് VS എന്ന പ്രത്യേകത ഈ ഘട്ടത്തിലെങ്കിലും കേരളം തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പ്രത്യേകതയാണ്. VSന് പലതരം കുഴപ്പങ്ങളുണ്ട്, നമ്മളൊക്കെ പല കാര്യങ്ങളും വിമർശിക്കാറുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കഴിയുന്നു. ആ വിശ്വാസം ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ് ഗാന്ധിജിയുടെ വളരെ ലളിതമായിട്ടുള്ള വിനയം കലർന്ന സത്യസന്ധമായിട്ടുള്ള സമീപനമാണ്. ആ സമീപനത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും VSനുണ്ട്. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ട ഒരു ഗുണം എന്നതാണ് ഈ ജനങ്ങൾ VSനെ സ്വീകരിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോമതി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ലയങ്ങൾ സംബന്ധിച്ച് ഇന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത് 16,000 ഏക്കർ തൊഴിലാളികളുടെ പേരിൽ ടാറ്റ നേടിയെടുത്തിട്ടുണ്ട്. അവിടെ പക്ഷേ തൊഴുത്തിന് തുല്യമായ വീടുകളാണ് നിങ്ങൾക്ക് പണിത് തന്നിരിക്കുന്നത്. കലാകാലങ്ങളായുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. രണ്ടാമത്തേത് ആശുപത്രി സൗകര്യങ്ങൾ. ഗോമതി അടക്കമുള്ളവർ ഈ സമരത്തിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് പറഞ്ഞതാണല്ലോ, ആശുപത്രികളിൽ ഞങ്ങൾ യൂട്രസ് സംബന്ധമായ അസുഖത്തിന് പോകുമ്പോഴും ക്യാൻസറിന് പോകുമ്പോഴും ഒക്കെ തന്നെയും 2 വെള്ള ഗുളിക തന്നിട്ടാണ് ഞങ്ങളെ അയക്കുന്നത് എന്ന്. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ തീർപ്പ് ലഭിക്കേണ്ടതല്ലേ? ലയങ്ങൾ നന്നാക്കി തരണം, 2 ആശുപത്രി സൗകര്യം മെച്ചപ്പെടുത്തി തരണം എന്ന്. ഈ ഒരു വലിയ പ്രക്ഷോഭത്തിൽ അത് രണ്ടും നേടിയെടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? நம்புகிறோம், நாங்கள் நம்புகிறோம், கண்டிப்பாக நம்புகிறோம். எங்கள் குறைகள்லாம் இது சும்மா போலி வேஷம் போடலை. நாங்கள் உரிமைக்காக போராடணும். எங்கள் தொழில் வீடு கட்டணும், பங்களா வாங்கணும், கார் வாங்கணுன்ட்டு நாங்கள் போராடலை. எங்கள் வயிற்று பசிக்கு பற்றாக்குறையாக இருக்குது. அதனால தான் எங்களுக்கு இந்த போனஸ் 20% வேணும்னு போராடணும். 500 ரூபா சம்பளம் கொடுத்தா தான் எங்களால் கட்டுப்படியாக வாழ முடியும். லைன்ஸில் வேலைக்கு செய்யாதது உண்மைதான், அது உண்மைதான். அதை இது கூட சேர்த்தாச்சு. ஆனால் இது ஒரு பராதியாக போயிருக்குல்ல, லைன்ஸ் வேலையும் செய்ய சொல்லுங்கள். ஆஸ்பத்திரியில் MRI ஸ்கேன், CT ஸ்கேன்லாம் வைக்கிறேன்னு சொல்லியிருக்காங்க. இதையும் எங்களுக்கு நடத்தி கொடுத்துருங்க. ஆம்புலன்ஸு இதெல்லாம் நடத்தி கொடுத்துருங்க. எங்களுக்கு வேற குறைகள்லாம் இருக்கு, நிறைய இருக்கு. அப்ப கொஞ்சம் கொஞ்சமா நாங்க சொல்றோம். അതാണ് ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു 1971 KD ആക്ട്. ആ പഞ്ചായത്തിലെ മുഴുവൻ ഭൂമിയും സർക്കാരിൽ നിക്ഷിപ്തമാണ്. പിന്നീട് കമ്പനി അപേക്ഷ മാനിച്ച് ലാൻഡ് ബോർഡ് കമ്പനിക്ക് 57,000 ഏക്കർ ഭൂമി കൺസെഷൻ ലാൻഡായി ടാറ്റയ്ക്ക് നൽകുകയായിരുന്നു. ഈ 16,000 ഏക്കറും കൂടി ചേരുന്നു. അങ്ങനെ ഒരുപക്ഷെ മൂന്നാറിലെ മുഴുവൻ ഭൂമിയും ഇപ്പോൾ ടാറ്റയുടെ അധീനതയിലാണ്. അവരത് മുറിച്ചു വിറ്റതേക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഇവിടെ വേണ്ടത്ര ഇടപെടൽ ഒരുപക്ഷെ വ്യത്യസ്ത സർക്കാരുകളുടെ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഇടപെടലുണ്ടായിരുന്നു. പക്ഷേ അതിനെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി ആളും ഉണ്ടായിരുന്നതുകൊണ്ട് അത് പരാജയമായി. നവീന മൂന്നാർ എന്ന് VS അച്യുതാനന്ദൻ അവിടെ വന്ന് പറഞ്ഞതല്ലാതെ ഒരു നവീന മൂന്നാറും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ വേണമെങ്കിൽ ഒരു തീർപ്പാകാം. കാരണം നേരത്തെ അങ്ങനെ ഒരു നവീന മൂന്നാർ എന്ന ആശയം LDF സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിച്ചവർ ട്രേഡ് യൂണിയനുകൾ പോലുമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം നേതാക്കളാണ്, അന്നത്തെ ഭരണകക്ഷി ആയിരുന്ന ഒരു കൂട്ടം നേതാക്കളാണ്. ഇനിയിപ്പോൾ ആ ഒരു വഴിയില്ല, അടഞ്ഞിരിക്കുന്നു. തൊഴിലാളികൾക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു.
അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടുത്തെ തൊഴിലാളികൾക്ക് സാധിക്കും. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് അവർക്കൊരു അജണ്ടയായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും എന്ന് വിശ്വസിക്കാമോ പുതിയ ഈ നീക്കത്തിലൂടെ? നികേഷ് പറഞ്ഞതുപോലെ 71 1,27,000 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന KDH വില്ലേജിൽ അത് മുഴുവൻ ഭൂമിയും ഗവൺമെൻറ്റിൽ വെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ലാൻഡ് ബോർഡ് അവാർഡ് ചെയ്യുന്ന 57,000 ഏക്കറാണ് അവർക്ക്. ഇരവിപുരവും മാങ്കുളത്തെയും സ്ഥലം വിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 70,000-ൽ പരം ഏക്കർ അപ്പോഴും ഈ കമ്പനിയുടെ അധീനതയിലായിരുന്നു. അവർ 57 ഉള്ളൂ, ബാക്കി ഗവൺമെൻറ് എടുക്കാത്തതാണെന്ന് പറയുമ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് അത് എടുക്കാതിരിപ്പിക്കാൻ അവർക്ക് അറിയാമായിരുന്നു. അവരുടെ ബംഗ്ലാവുകളിൽ താമസിപ്പിച്ച് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ ഈ കമ്പനി വളരെ മികവുള്ളവരാണ്. ഒരു ഉദാഹരണം കൂടി പറയാം. 76-ൽ അന്ന് ഈ KDH ആക്ട് കൊടുക്കുന്നത് ഒറിജിനൽ KDH കമ്പനിക്കാണ്, വിദേശ കമ്പനിക്ക്. അവർ 76-ലോ 77-ലോ ഇത് ടാറ്റ കമ്പനിക്ക് മറിച്ചു വിൽക്കുമ്പോൾ അവരുടെ ആധാരത്തിൽ പറയുന്നത് 1,26,000 ഏക്കറും അതായത് അവർ കൈമാറുന്നതായിട്ടാണ്. മുന്നാധാരമില്ല. അവരുടെ കയ്യിൽ 57,000 ഉള്ളൂ പൊസഷനിൽ. പക്ഷേ അവർ വിറ്റ ഡോക്യുമെന്റ് 1,26,000, അതായത് നമ്മുടെ ഇരവിപുരം നാഷണൽ പാർക്ക് ഉൾപ്പെടെയാണ് ടാറ്റയ്ക്ക് കൈമാറിയിരിക്കുന്നത്. അങ്ങനെ ടാറ്റ കമ്പനിക്ക് കൈമാറിയത്. അങ്ങനെയാണ് ഈ കമ്പനി ഇടപെടുന്നത്. ഈ സർക്കാർ നെഗോസിയേഷന് പോകുമ്പോൾ മറുഭാഗത്തിരിക്കുന്ന കമ്പനിയുടെ ഒരു ചരിത്രവും കൂടി അവർ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇതിൽ VS സർക്കാരിന്റെ കാലത്ത് പിന്നീടുണ്ടായിരുന്ന 70,000 ഏക്കറിൽ 17,400 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് വനം വകുപ്പായി നോട്ടിഫൈ ചെയ്തു. പിന്നുള്ള സ്ഥലം, അതാണ് ഇന്ന് VS പറഞ്ഞത്, 57,000 ഏക്കർ. അത് അവരുടെ ബൗണ്ടറിക്കുള്ളിൽ അത്രേ ഉള്ളോ എന്ന് ഒന്നാമത് അളന്ന് തിരിക്കണം, അതിൽ കൂടുതലുള്ളത് ഏറ്റെടുക്കണം. അതല്ല, 57,000 ഏക്കർ നമ്മൾ അവർക്ക് കൺസെഷനായിട്ട് അനുവദിച്ചതാണ്. അതിൽ 23,239 ഏക്കറാണ് തേയിലയ്ക്ക്, അത് അവർ തന്നെ ആവശ്യപ്പെട്ടത്. 16,000 ചില്ലാനം ഏക്കർ വിറക് മരത്തിന്. ബാക്കിയുള്ള ഏതാണ്ട് 18,000 ഏക്കറോളം സ്ഥലം കമ്പനിയുടെ കയ്യിലുണ്ട്. അവരിത് ലാൻഡ് ബോർഡിനോട് റിക്വസ്റ്റ് ചെയ്തത് തൊഴിലാളികളുടെ പാർപ്പിട ആവശ്യത്തിന്, അവരുടെ കാലികൾക്ക് മേയാന്, അങ്ങനെയൊക്കെ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ സ്ഥലം കൈവശം വെച്ചിരിക്കുന്ന കമ്പനി അത് സർക്കാർ വിട്ടുകൊടുത്തതാണ് അവർക്ക്. എന്തിന്? അവർ തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടി വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് അങ്ങനെ കൊടുത്തത് കഴിഞ്ഞ 35 വർഷമായിട്ട് അവരുടെ കൈവശമുണ്ട്. അവിടെ മതിയായ പാർപ്പിടം നൽകണമെന്നുള്ളത് ഈ പ്ലാന്റേഷൻ ലേബർ ആക്ടിന്റെയും കൂടി ഭാഗമല്ലേ? അത് സർക്കാർ ഇൻസിസ്റ്റ് ചെയ്യണം. അത് നവീന മൂന്നാറിന്റെ ഭാഗമായി ആ സർക്കാരിന്റെ ഒരു സ്വപ്നമായിരുന്നു, നടന്നില്ല. നമുക്ക് കാരണങ്ങളൊക്കെ അറിയാം. പക്ഷെ അതുകൊണ്ട് അവിടെ ഉപേക്ഷിക്കുകയല്ല, ഭരണകൂട ഭീകരത എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിക്കലല്ല, അത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയേ മതിയാവൂ. അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ റെക്കർ ചെയ്തുകൊണ്ട് തന്നെയിരിക്കും. അവരുടെ ആശുപത്രി സൗകര്യം, അവരുടെ പാർപ്പിട സൗകര്യം, ഇതെല്ലാം മാൻഡേറ്റ് ചെയ്ത് സർക്കാർ അവരെ കൊണ്ട് നടപ്പിലാക്കിക്കണം. അത് നടപ്പിലാക്കിക്കാൻ അവരെ നെഗോഷിയേഷൻ ടേബിളിൽ അവരോട് സംസാരിക്കാൻ വേണ്ടുന്ന മതിയായ ഡോക്യുമെന്റ്സ് ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് പാലിച്ചേ മതിയാവൂ. തുടരുക. ശ്രീമതി ഗോമതി, അവിടെ ടാറ്റയുടെ ഒരു അധീന മേഖലയാണ്, ടാറ്റ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, നേരത്തെ VS അവിടെ വന്ന് ഈ ഗവൺമെൻറ്റിൻ്റേതെന്ന് പറയുന്ന 50,000 ഏക്കർ ഭൂമി തിരഞ്ഞു നടന്നതാണല്ലോ, പലയിടത്തും ബോർഡ് വെച്ചതാണല്ലോ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, ഇടപെടൽ, ഗവൺമെൻറ് അവിടെ വരുന്നത് നിങ്ങൾക്ക് കുറെ കൂടി ഗുണകരമാവുകയല്ലേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ കൂടി ഒത്താശ ചെയ്യണ്ടേ, നിങ്ങൾ കൂടി സഹായിക്കണ്ടേ? ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ഭാവിയിൽ ഉണ്ടാകുമോ? கண்டிப்பாக உண்டாகும். கவர்மெண்ட் எந்த காரியத்தில் இடப்பட்டாலும் நாங்கள் அதுக்கு தோட்டம் தொழிலாளிகள் ஒத்துழைச்சி தான் போவோம். இப்போ கவர்மெண்ட் இடப்பட்டிருக்கு, கண்டிப்பாக நாங்கள் கவர்மெண்ட் எந்த முடிவு எடுத்தாலும் அவங்க பின்னாடி தான் நிற்போம். அவங்க கவர்மெண்ட் தான் எங்கள் குறைகள்லாம் தெரிஞ்சுக்கிறணும். ഇവരെയാണ് നമ്മൾ തീവ്രവാദികളെന്ന് വിളിച്ച് നിഷേധിച്ചത്. അവർ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. VS ജോർജ് പറയുന്നത് അടുത്ത ഗവൺമെൻറ് വന്നാൽ ഉടനെ ഞങ്ങളത് ചെയ്യാൻ പോകുന്നു എന്നുള്ള. അല്ല, തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ മൂന്നാറിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നേരത്തെ ഗവൺമെൻറ്റും ടാറ്റയും തമ്മിലുള്ള സംഭാഷണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗവൺമെൻറ്റിനെ സഹായിക്കാനായിട്ട് അവിടെ ഇത്തരത്തിലുള്ള വലിയൊരു ജനസഞ്ചയമുണ്ട് എന്ന തിരിച്ചറിവ് ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ജനസഞ്ചയത്തിന് മാത്രത്തിലുള്ള തിരിച്ചറിവുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, തങ്ങൾക്ക് വേണ്ടി 16,000 അല്ലെങ്കിൽ 18,000 ഏക്കറോളം ഭൂമി തങ്ങൾക്ക് വീട് വെക്കുന്നതിനും തങ്ങളുടെ കാലികൾ വെക്കുന്നതിനും ഒക്കെ സർക്കാർ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരം ഗോമതിയെപ്പോലുള്ള ആളുകൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് ഗോമതിയിൽ മാത്രം നിൽക്കുന്നതല്ല, ഈ സമരമുഖത്ത് നിൽക്കുന്നതായിട്ടുള്ള മുഴുവൻ സ്ത്രീകളിലേക്കും ഈ വാർത്തകളെത്തും.
ഈ വാർത്ത തീർച്ചയായിട്ടും പൊട്ടിത്തെറിക്ക് അടിസ്ഥാനമാകുന്ന വാർത്തയായി മാറിത്തീരും. അത്തരത്തിലൊരു ഊർജ്ജം ഇതിനുണ്ട്. കാരണം തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള 16,000 മുതൽ 18,000 വരെയുള്ള ഏക്കർ ഭൂമി എന്ന് പറയുന്നത് ടാറ്റ അവരുടെ കൈവശം വെച്ചിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തിൻ്റെ മുഖത്ത് നിന്ന് അവർക്ക് ലഭ്യമാകുന്നതായിട്ടുള്ള വാർത്ത. അത് ഈ പറയുന്ന മുഴുവൻ സ്ത്രീത്തൊഴിലാളികളും കേൾക്കുകയാണ് ചെയ്യുന്നത്, അറിയുകയാണ് ചെയ്യുന്നത്. ആ അറിവിനെ മൂടിവെക്കാൻ ഇനി ടാറ്റയ്ക്കോ ഗവൺമെൻറ്റിനോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയില്ല എന്ന ഒരു വലിയ തിരിച്ചറിവ് ഈ സമരം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ ജോസഫ് സി മാത്യു, ഒരു ബോധവൽക്കരണം ഇനിയും ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. മൂന്നാർ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് ടൂറിസത്തിന്, 2 തേയില കൃഷിക്ക്. സ്വാഭാവികമായും തേയില കൃഷി ചെയ്യുന്നവരാകെ തന്നെയും അവിടെ ജീവിച്ച് വളർന്നു തലമുറകളായി മുന്നോട്ട് പോകുന്നവരാണ്. അവരുടെ നിത്യവൃത്തിക്ക് ജീവിത ചെലവേറ്റുന്നതിന് മാത്രമാണ് ഈ ടൂറിസം ഇൻഡസ്ട്രി സഹായിക്കുക. പകരം ഗവൺമെൻറ്റിൻ്റെ ഈ 50,000 ഏക്കർ എടുത്ത് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 3 മണിക്കൂർ മാത്രം ദൂരെ അകലെയുള്ള ഈ സമശീതോഷ്ണ മേഖലയായ മൂന്നാറിനെ എടുത്ത് IT-ക്കോ BT-ക്കോ എന്തിനൊക്കെ നൽകാവുന്നതാണ്. അപ്പോൾ അത്തരം ബിസിനസ്സുകൾ കൂടി വരുമ്പോൾ ഇവരുടെ മക്കൾക്ക് കൂടുതൽ ജോലി സാധ്യത ഉണ്ടാകും. ആ സാധ്യത അവരെ അറിയിക്കാൻ നമ്മൾ വൈകി എങ്കിൽ പോലും അതിൻ്റെ കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണോ എന്ന നിലയിൽ അതിനെ കാണാതെ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകണ്ടേ? നികേഷ്, അവിടെ തോട്ടം മേഖലയാണ്. അവിടുത്തെ ഭൂമിയുടെ ജോഗ്രഫിക്കൽ പാറ്റേൺ നമുക്കറിയാം. ഈ IT-ക്ക് BT-ക്കൊക്കെ ജോലി ചെയ്യാൻ ഞങ്ങളാരും തിരുവനന്തപുരംകാരല്ല, ഞങ്ങൾ ജോലി തേടി ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ പഠന സൗകര്യം അവർക്ക് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ ഈ തോട്ടത്തിൻ്റെ കാര്യത്തിൽ അന്നത്തെ ഗവൺമെൻറ്റിനുണ്ടായിരുന്ന ചില പ്ലാനുകൾ, ആലോചനകളും കൂടി ഞാൻ പറയാം. ഒന്ന്, 23,000 ഏക്കർ തേയില കൃഷിക്ക് 16,000 ഏക്കർ വിറക് മര കൃഷി എന്ന് പറയുന്നത് കേട്ടുകേഴ്വിയില്ലാത്ത പ്രപ്പോസിഷനാണ്. ഇതിൽ അവിടുന്ന് കുറേ വിറക് പുറത്തുള്ള പ്ലാന്റേഷന് വിൽക്കുന്നുണ്ട്, തൊഴിലാളികൾക്ക് വിൽക്കുന്നുണ്ട്. ഒരു യൂണിറ്റിന് 465 രൂപയാണ്. ശ്രീമതി ഗോമതിയോട് ചോദിച്ചു നോക്കൂ, 2 യൂണിറ്റ് കൊണ്ടുപോയി ഒരു പാതി ഓട്ടോയെ കയറ്റി കഴിയുമ്പോഴത്തേക്ക് 1000 രൂപ അങ്ങ് പിടിച്ചു. അപ്പോൾ ഈ ദിവസക്കൂലി 232 പറച്ചിലേ ഉള്ളൂ. പിടുത്തമെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ കിട്ടുന്ന 2,500-3,000 രൂപയാണ്. അപ്പോൾ ഇതെല്ലാം അവർ എന്ന് പറഞ്ഞാൽ തേയിലയും കൂലിയും അവിടെ കൃഷി ചെയ്യുകയാണ് സർക്കാർ സ്ഥലത്ത്. അപ്പോൾ ഇത് ഈ അവിടെ നടുന്നത് യൂക്കാലി മരങ്ങളാണ്, വെള്ളം കണ്ടമാനം വലിച്ചെടുക്കുന്ന ഗ്രാറ്റീസ് പോലത്തെ മരങ്ങൾ. മറ്റ് നല്ല വിറക് മരങ്ങളുണ്ട്. അതിൻ്റെ പ്രപ്പോസിഷൻ കുറച്ചിട്ട് ഈ അഡീഷണൽ സ്ഥലത്ത് തേയില നടാൻ പറഞ്ഞാൽ പോലും സർക്കാരിന് അതുകൊണ്ട് കൂടുതൽ നേട്ടമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൈവശം വെച്ചിട്ടാണ് തൊഴിലാളികളുടെ പാർപ്പിടത്തിന് വേണ്ടി എത്ര സ്ഥലം വേണം, 10 സെന്റ് സ്ഥലത്ത് ഒരു വീട് വെക്കണമെങ്കിൽ എത്ര സ്ഥലം വേണം? ഈ പറയുന്ന 16,000 ഒന്നും വേണ്ടല്ലോ, 2,000 ഏക്കർ സ്ഥലം താഴെ പോരെ. പക്ഷേ ആ സൗകര്യങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടുന്ന ഒരു ബോധം എസ്റ്റേറ്റിന് വേണം. അതിന് പകരം വെൽഫെയർ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ് കുറേ പേരെ എടുത്ത് അവരെ ട്രെയിൻ ചെയ്യിച്ചിട്ട് ഇവരെ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരെ കൊണ്ട് കൂടുതൽ ചെയ്യിക്കാം എന്ന് പറയാം. ഇവരോട് ചോദിക്കൂ, കൊളുന്ത് നുള്ളുന്ന തൊഴിലാളിക്ക് 1 കിലോ നുള്ളുന്നതിന് 50 പൈസ, നോക്കി നിൽക്കുന്ന സൂപ്പർവൈസർക്ക് 8 രൂപ. അതാണ് ഇവരുടെ മുദ്രാവാക്യങ്ങളിലെല്ലാം പ്രതിഫലിച്ചത്. ആ മിഡിൽ ലെയറിനോടുള്ള അരിശമാണ്. അതിപ്പോഴും കേരളത്തിൽ കങ്കാണിമാരെ PLC വന്നപ്പോൾ അത് ഒഴിവാക്കിയതാണ്. പക്ഷേ അത്തരത്തിലെ ഈ അപ്രഖ്യാപിത കങ്കാണിമാരായിട്ട് ഇവരെ പ്രതിനിധീകരിക്കുന്നവരും കമ്പനിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗവും മാറിയിരിക്കുന്നു. അത് ഇവരുടെ ചെലവിൽ തടിച്ചു കൊഴുക്കുകയാണെന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണിത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടിയിൽ കുമ്പസാരങ്ങൾ എഴുതി വന്നു തുടങ്ങി. അത് നല്ല കാര്യമാണ്. അത്തരത്തിലൊരു ഇൻട്രോസ്പെക്ഷന് പാർട്ടികൾ തയ്യാറാകാനും കൂടി ഇതൊരു നിമിത്തമായെങ്കിൽ എന്നും കൂടി ഞാൻ ആശിക്കുകയാണ്. പക്ഷേ മൂന്നാറിലെ വിഷയത്തിൽ ഞാൻ പറയുന്നത് മീഡിയയോടും നമ്മൾ പൊതുസമൂഹത്തോടുമാണ്. നമ്മളിത് പല പ്രാവശ്യം ചർച്ച ചെയ്യുകയും വീണ്ടും അടുത്തൊരു പൊട്ടിത്തെറി വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ്. നമ്മൾ ബോധ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ബാക്കി കൂടി ചികഞ്ഞെടുത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന കടമയെങ്കിലും നമുക്ക് ബാക്കി. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KK ജയചന്ദ്രൻ, ഈ സമരവിജയത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? ഇത് തൊഴിലാളികളുടെ സംഘടിതമായ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. CPM നേതാക്കളെ അടക്കം വിശ്വാസമില്ലാത്തൊരവസ്ഥ VS അച്യുതാനന്ദനെ മാറ്റി നിർത്തിയാൽ എന്തുകൊണ്ടുണ്ടായി? VS അച്യുതാനന്ദനെ മാത്രമല്ല, കോടിയേരിയോടൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറിയത്. പൊതുവിൽ അവിടെ നേതൃത്വത്തിനോട് മാത്രമേ തൊഴിലാളികൾ കുറെ വിശ്വാസമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അല്ലാതെ എങ്കിലും ഞങ്ങൾ അവിടെ ഒരു തീരെ ചെറിയ പ്രസ്ഥാനമാണെന്നും കൊണ്ട് കൂടി നിങ്ങൾ കണക്കിലെടുക്കണം. അവിടെ വന്നിരിക്കുന്നവരെന്ന് പറയുന്ന ഒരു
70% മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളവിടെ ഏറ്റവും ജൂനിയർ പങ്കാളി മാത്രമാണ് മൂന്നാർ തോട്ടം മേഖലയിൽ. പക്ഷേ എങ്കിലും അവിടെയുള്ള മഹാഭൂരിപക്ഷവും CPM നേതൃത്വത്തിനോട് വിശ്വാസ്യതയോടുകൂടിയുള്ള സമീപനമാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ട്രേഡ് യൂണിയൻ സംഘടനകളെ വിശ്വാസമില്ലാതായിരിക്കുന്നു. ഈ 3 രജിസ്ട്രേഡ് ട്രേഡ് യൂണിയനുകളും തങ്ങളുടെ സമരത്തിൽ പങ്കാളികളാകേണ്ട എന്ന നിശ്ചയദാർഢ്യം അവർ 9 ദിവസവും കാത്തുസൂക്ഷിച്ചു. അങ്ങനെ മൂന്നാർ മേഖലയിൽ ട്രേഡ് യൂണിയനുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട്? ട്രേഡ് യൂണിയനുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത് അവർ ജാഗ്രതക്കുറവ് ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിവിടെ 3-4 ദിവസമായിട്ട് ഞാൻ അതിൻ്റെ ഒരു ഭാരവാഹി അങ്ങനെയൊന്നുമല്ല, എങ്കിൽ പോലും ഈ സംഭവങ്ങൾ ഉണ്ടായത് മുതൽ ഞാൻ തുടർച്ചയായിട്ട് മൂന്നാറിൽ തന്നെയുണ്ട്. അവിടെ അവര് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ അതിൻ്റെ നോട്ടീസ് കൊടുക്കുക, അതിന് തർക്കം, പിന്നെ തൊഴിലാളികളെ അറിയിച്ചു, അങ്ങനെയുള്ളൊരു ഇതിലോട്ട് പോകുന്നൊരു താമസം വരാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ കുറെ കൂടി വേഗത്തിൽ തൊഴിലാളികളുടെ വിശ്വാസം ആർജിക്കുന്ന രൂപത്തിൽ ആ സമീപനം എടുക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ വേണ്ടത്ര ഒരു ജാഗ്രത കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് VS അച്യുതാനന്ദൻ അവിടെ വന്നിരുന്നു. ആലുവയിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുമ്പോൾ രാജേന്ദ്രനെ കാണാനല്ല ഞാൻ പോകുന്നത്, തൊഴിലാളികളെ കാണാനാണ് എന്നുള്ളതാണ്. VS അച്യുതാനന്ദന് പോലും CPMൻ്റെ MLA നടത്തുന്ന സമരത്തിനോട് വിശ്വാസമില്ല. അത് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കോടിയേരിയോ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കോടിയേരിയും ഞങ്ങളുമായിട്ട് ആലോചിക്കുമ്പോഴും ഇങ്ങോട്ടല്ല വരേണ്ടത്, അവിടെയാണ് ആദ്യം പോകേണ്ടത് എന്നാണ് ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നത്. അവിടെ കയറി അവരുമായി കാര്യങ്ങളെല്ലാം സംസാരിച്ച് അതിന് ശേഷമാണ് ഇവിടെ വന്നത്. അതുപോലെ തന്നെ VSനോട് ഞാൻ രാവിലെ ബന്ധപ്പെട്ടിരുന്നു. VSുമായിട്ട് സംസാരിച്ചപ്പോഴും അവിടെ ചെന്നിരുന്ന് അവിടെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതിന് ശേഷം അതിനുശേഷം മാത്രം ഇപ്പുറത്ത് വന്നാൽ മതിയെന്ന് ഞങ്ങൾ തന്നെ നിർദ്ദേശിച്ചിരുന്നു. CITUവിനോട് രാജേന്ദ്രൻ എന്ന സ്ഥലം അല്ലെങ്കിൽ ദേവികുളം MLAയോട് KK ജയചന്ദ്രൻ എന്ന ജില്ലാ സെക്രട്ടറിയോട് എല്ലാം എതിർപ്പുണ്ട്. ഇന്നലെ കോടിയേരി സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത് താങ്കളെ കണ്ടിരുന്നില്ല. ഇല്ല, ഞാനിപ്പം അവിടെ പോയി നിൽക്കേണ്ട ഒരു പ്രശ്നവും വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി തന്നെ വ്യത്യസ്തമായ വീക്ഷണവും ധാരണകളും ഉള്ളവരെല്ലാം ഉണ്ട് അവിടെ. അങ്ങനെയുള്ള ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഉയർന്നു വന്നൊരു സ്ഥലത്ത് അവിടെ പോയി ഒരു സീൻ ഉണ്ടാക്കാൻ പോകേണ്ടതില്ല എന്ന് താങ്കൾ പോയാൽ സീൻ ഉണ്ടാകും എന്നുള്ളത് അറിയാമായിരുന്നു. ഇല്ല, ഞങ്ങളിപ്പോൾ അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ 30% താഴെ വരുന്ന ഒരു തൊഴിലാളി വിഭാഗമാണുള്ളത്. അവരുടെ അടിസ്ഥാനത്തിൽ അവരുടെയും കൂടി സഹായത്തോടുകൂടി ഞങ്ങളുടെ യൂണിയനൊക്കെ അവിടെ യോഗം ചേരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആ യൂണിയന്റെ തീരുമാനത്തിന് കൂടിയാണ് രാജേന്ദ്രൻ അവിടെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത്. അവരിൽ മഹാഭൂരിപക്ഷവും അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ കോടിയേരി വന്നപ്പം അവിടെ ആളുകൾ നിൽക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? താങ്കളെ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശ്രീമതി ഗോമതി, 26 രാജേന്ദ്രന്റെ പന്തലിനടുത്ത് ഞാനുണ്ടായിരുന്നു. രാജേന്ദ്രന്റെ പന്തലിനടുത്ത് ജില്ലാ സെക്രട്ടറി ഇല്ലാതിരിക്കുവോ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞങ്ങളുടെ തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഗോമതി, 26-ാം തീയതിയുള്ള ചർച്ചകളുണ്ടല്ലോ. നിങ്ങൾ ട്രേഡ് യൂണിയൻ അവർക്കൊരു അബദ്ധം പറ്റി, അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണോ ചെയ്യുക? இது அவங்க தொழில் சங்கம் அவங்க நடக்கிறது. யார் பேசினாலும் எங்களுக்கு சாதகமாக பேச சொல்லுங்க, அவ்வளோதான் நான் சொல்லுவேன். இன்னொரு காரியம் நான் சொல்கிறேன், என் உயிருக்கு உத்தரவாதம் இல்லை. அது நான் இவ்வளோ ஒரு பெண் இவ்வளோ துணிச்சலாக போராடி வெற்றி பெற்றிருக்கோம். நாங்கள் பெண் தொழிலாளிக மேனேஜ்மெண்ட்டை வச்சும் ட்ரேட் யூனியனை வச்சும் என் உயிருக்கு உத்தரவாதம் இல்லைன்னு நினைக்கிறேன். அதனால எனக்கு நல்ல ஒரு பாதுகாப்பு வேணும்னு நான் கேட்டுக்கிறேன். അഭിവാദ്യങ്ങൾ. இந்த സമരം ഇന്നോട് മുടിച്ചു പോണ സമരം. അഭിവാദ്യം അർപ്പിക്കണം കേരളം മൂന്നാറിലെ പെൺപിള്ളകളോട്. തീർച്ചയായിട്ടും കേരളത്തിന് ഒരുപാട് പഠിക്കാനായിട്ട് പാഠങ്ങൾ നൽകിയാണ് ഈ സമരം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വലിയ തരത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായിട്ട് കേരളം തയ്യാറാവുക. ഒപ്പം കേരളത്തിന് നഷ്ടപ്പെട്ടു പോയിരുന്നതായിട്ടുള്ള സമര ഊർജത്തെയും സമര സ്വഭാവത്തെയും എങ്ങനെ വീണ്ടെടുക്കണം എന്നത് പഠിക്കാനെങ്കിലും മൂന്നാറിലേക്ക് നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, സ്ത്രീകൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഈ സമൂഹത്തെ പുനർനിർമ്മിക്കാനായിട്ട് വലിയ ആവശ്യമാണ് എന്ന സന്ദേശം കൂടി അതിനകത്തുണ്ട്. അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. കാരണം അവിടെ ട്രേഡ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജാഗ്രതക്കുറവിൻ്റെ പ്രശ്നമില്ല.
ഒരു സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്തും ഒരു തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്തുമൊക്കെ തൊഴിൽ നേതാവ് എന്ന് പറയുന്നത് എപ്പോഴും ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ജാഗ്രത കുറവെന്ന് പറയാൻ എന്താണ് ഇതിനകത്ത് അർത്ഥമുള്ളത്? കാരണം സമരരംഗത്ത് വരുന്ന ഓരോ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളും അപ്പോൾ അറിയുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് തൊഴിലാളി നേതാവ്. അല്ലാത്തൊരാൾ തൊഴിലാളി നേതാവേ അല്ല. അത് തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ യൂണിയനുകൾക്കും, കാരണം യൂണിയനുകളെല്ലാം തന്നെ ഏതാണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ബ്യൂറോക്രാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവല്ലേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഒരുതരം ബ്യൂറോക്രസി യൂണിയൻ നേതാക്കളെ മുഴുവനുമായിട്ട് പിടികൂടുകയും അവർ ബ്യൂറോക്രാറ്റിക് തലങ്ങളിലേക്ക് മാറുകയും ചെയ്ത സമയത്ത് ഇത്രയും കാലം തൊഴിലാളികൾ അതെല്ലാം സഹിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം തിരിച്ചറിഞ്ഞ സമയത്ത് എടുത്ത് ദൂരെ അവർ എറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ജാഗ്രത കുറവെന്ന് പറയുന്നത് സ്വന്തം പ്രവർത്തനത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലാതെ ഈ സമരത്തെ മനസ്സിലാക്കുന്ന കാര്യത്തിലല്ല. അവിടുത്തെ വൈകാരികമായിട്ടുള്ള അവസ്ഥയും അവരുടെ ജീവിതാവസ്ഥയും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി ചിന്തിക്കുന്ന ഒരാളാണ് അവരുടെ നേതാവ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു നേതാവ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ നേതാക്കളും അവർ പുറത്തു നിർത്തിയിരുന്നത്. വലിയ തരത്തിൽ ഇവിടെ തീവ്രവാദമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഗോമതിയെ പോലെയുള്ള നേതാക്കൾ ചെയ്തത് എന്താണ്? എല്ലാ ആണുങ്ങളങ്ങ് മാറ്റി നിർത്തി. പെണ്ണുങ്ങൾ തന്നെയാണ് സമരരംഗത്ത് വന്നത്. ഈ പെണ്ണുങ്ങളെ ചൂണ്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് തീവ്രവാദികൾ എന്ന് വിളിക്കാനായിട്ട് കഴിയുക? അങ്ങനെ കഴിയാതെ ആ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തിൻ്റെ ശരിയായിട്ടുള്ള സ്വഭാവത്തെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ഇപ്പോൾ ഈ സമരം തീർന്നത് എന്തുകൊണ്ടാണ്? ഒരു കാരണവശാലും ഇതിനെ അടിച്ചമർത്താൻ പറ്റാത്ത തരത്തിലേക്ക് അതിശക്തമായിട്ട് അത് ഉയർന്നതിൻ്റെ പേരിൽ മാത്രമാണ്. ടാറ്റയെ പോലെയുള്ള ഒരു കോർപ്പറേറ്റ് ശക്തിക്കും ഈ തരത്തിലുള്ള സമരത്തെ അടിച്ചമർത്താൻ പറ്റുകയില്ല എന്ന തിരിച്ചറിവുണ്ടാകുകയും ഈ ഗവൺമെൻറ്റിന് പോലും ഇവിടെ നിലനിൽക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥ ഈ സ്ത്രീകളെ കൂടി നിർമ്മിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം വിജയത്തിലേക്ക് എത്തിയത്. അല്ലാതെ ആരുടെയും ഔദാര്യത്തിൻ്റെ ഫലമായിട്ടല്ല എന്നുള്ള കാര്യം കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. വളരെ നന്ദി NM പിയേഴ്സിനൊപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഗോമതി, KK രമ, ജോസഫ് C മാത്യു, ഷിബു ബേബി ജോൺ, KK ജയചന്ദ്രൻ. 8 അവറിൽ ഒരു ഇടവേള കൂടി.